നിങ്ങൾക്കൊക്കെ ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പതിവാക്കാൻ പറ്റിയൊരു ദിക്ർ. ഞാനതിൻ്റെ ഒന്നും ആളല്ല, ഞാനതങ്ങനെ ദിക്റൊന്നും പറയലില്ല. ഇവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് എന്നാൽ നിങ്ങൾ ചില ദിക്റുകളൊക്കെ പതിവാക്കിക്കോളി. നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മേലിൽ എന്നൊരു ഫാത്തിഹ ഓതാം. ഇലാ ഹളറത്തി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഖുലഫാഉൽ അർബഅത്തിൻ്റെ മേലിലൊരു ഫാത്തിഹ ഓതാം. പിന്നെ മശായിഖു തരീഖത്തിൻ്റെ മശായിഖന്മാർക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാം. പ്രത്യേകിച്ച് പിന്നെ മഹാനാവുന്ന ശൈഖുനാ ശംസുലുലമൻ്റെ മേലൊരു ഫാത്തിഹ. അത് കഴിഞ്ഞ ശേഷം എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതും. അത് കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ഒരു 70 വട്ടം ചെല്ലാൻ കഴിയുന്നവർ അങ്ങനെ ചെല്ലാം. അതല്ലെങ്കിൽ ഇനി അതൊരു ചുരുക്കി ചെല്ലണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുരുങ്ങിയത് ഒരു 70 വട്ടെങ്കിലും ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 100 വട്ടം ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അതൊരു 33 വട്ടം സ്വലാത്തും ചെല്ലാം. കഴിയുന്ന ആളുകൾ യാ ലത്തീഫ് യാ അല്ലാഹ് ഒരു 129 വട്ടം, ഒരു 41 വട്ടം യാ ഹയ്യു യാ ഖയ്യൂം. അത് നിങ്ങൾ അതൊക്കെ പതിവാക്കുക. പിന്നെ എപ്പോഴും യാ ഖവിയ്യു യാ മതീനു കിഫി ശർറൽ വാലിമീൻ, അതും പതിവാക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പൊതുപ്രവർത്തകരാകുമ്പോൾ പല നിലക്കുള്ള ഷെറുകളുണ്ടാവും. ഈ ഷെറുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിഫാഇൻ്റെ ദിക്ർ, അത് ഹിസ്ബുൽ ബറായാലും വേണ്ടില്ല, ഹിസ്ബുൽ ബഹറായാലും വേണ്ടില്ല, ഹിസ്ബുൽ നസ്റായാലും വേണ്ടില്ല നിങ്ങൾക്ക്, അല്ലെങ്കിൽ വെറുതെ ദിഫാഇ ആയാലും വേണ്ടില്ല. അതിൻ്റെ ഏടുകളിലൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. അത് പതിവാക്കി ചെല്ലുന്നത് നല്ലതാണ്, നിർബന്ധമായി പറയല്ല. നമുക്കിപ്പോൾ എല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയില്ല. അഹബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാന, ചെയ്യുന്നത് കുറച്ച് ചെയ്താലോ സുന്നത്തായ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ രൂപം അങ്ങനെയാണ്. അതോടൊപ്പം ഇത് ഇങ്ങനത്തെ വിരുദുകളൊക്കെ പതിവാക്കി പോകുന്ന ആൾ അതില്ലാതെ മുടക്കാൻ പാടില്ല. ഒരു ദിവസം ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഖളാ കൂട്ടണം എന്നാണ് ഇമാം നബവി തങ്ങൾ വരെ പറഞ്ഞിട്ടുള്ളത്. ഒരുത്തനിക്കൊരു വിരുദുണ്ടായി, ഒരു വളീഫത്ത് എനിക്കുണ്ടായാൽ ദിവസം അവൻ പറയണത് ഒരു ദിവസം പറയാൻ കഴിഞ്ഞില്ല, അവൻ അതിനെ ഖളാ കൂട്ടണം എന്നാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് പിന്നെ തരീഖത്തിനോട് ബന്ധപ്പെട്ട സംഗതികളൊക്കെ അതല്ല ഇപ്പോൾ തോന്നുന്നത്, ഒരു തരീഖത്തിനോടൊന്നും ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല. അത് തരീഖത്ത് വലിയ സംഭവമാണ്. തരീഖത്തിൽ കടക്കണമെങ്കിൽ ഒരുപാട് അദ്കാറുകളുണ്ട്. ഇപ്പോൾ ഖാദിരിയ തരീഖത്താണെങ്കിൽ നിഫാഴി, അതിൽ ഉള്ള പ്രവേശനത്തിൻ്റെ ദിക്റുകൾ മനസ്സിലായില്ലേ. ഇപ്പം നമ്മളെ എൻട്രൻസ് പരീക്ഷ എന്നൊക്കെ കേൾക്കുന്നില്ലേ, നീറ്റ് ചെയ്തൊക്കെ ഇന്നലെ മിഞ്ഞൊന്നൊക്കെ 1000 കുട്ടികൾ വിളിച്ചാണ് കാണാൻ പറ്റില്ല. ഞാൻ കാണാനും പറ്റില്ല, എന്താ ആവശ്യം എന്ന് വെച്ചു, നീറ്റ് ചെയ്താൽ പോകണം, വലിയ മാർക്കോട് വിജയിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നാലും ഇങ്ങോട്ട് വന്ന് കാണുന്നതിന് നമ്മൾ രക്ഷപ്പെട്ടു. കുട്ടികളെ വാപ്പാർ ഒന്നായിട്ട് വിളിച്ചാണ്. അപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ അതാ പണി. ഇപ്പം അടുത്ത് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു ഈ പരിപാടി. അപ്പോൾ പരീക്ഷ ചെയ്യാൻ പോവാണ്. എന്നതുപോലെ തന്നെ തരീഖത്ത് കടക്കണമെങ്കിൽ കുറേ ദിക്റുകളുണ്ട്. അത് നിങ്ങൾക്ക് പെടുന്നതിനെ കടന്നു വരാൻ പറ്റിയ ഒന്നല്ലത്. ഇതിങ്ങനെ ഫോട്ടോസെറ്റ് എടുത്ത് കൊടുക്കുന്ന സംഗതിയല്ലത്. അപ്പോൾ തരീഖത്തിലുള്ള ദുഖൂലിൻ്റെ ദിക്റുകളുണ്ട്, കടക്കാനുള്ള ദിക്റുകൾ, കടന്നു കഴിഞ്ഞിട്ടുള്ള പിന്നെ കുറേ അങ്ങനെ ഒരുപാട് ദിക്റുകൾ, ഉസൂലിയായ ദിക്റുകളും ഫൂറിയായ ദിക്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചൊല്ലി കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷം 12 പറഞ്ഞാൽ മതിയാവും ചിലത്. അപ്പോൾ അതുകൊണ്ട് ഈ 12 പറഞ്ഞ് നിങ്ങൾ നിർത്തണ്ട. ഒന്നുകിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഒരിക്കൽ, അത് രാവിലെയാണ് ഏറ്റവും നല്ലത്. ഇനി ഇഷാമഗ്‌രിബിൻ്റെ അടിയിലായാലും വേണ്ടില്ല. അല്ലെങ്കിൽ പിന്നെ 2 നേരം പറയാൻ കഴിയുന്നവർ അങ്ങനെ ഈ പറഞ്ഞ ദിക്റുകളൊക്കെ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ സാലിഹ്യങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. പിന്നെ നല്ല ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളൊക്കെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഞാൻ എല്ലാ സ്ഥലത്തുനിന്നും പറഞ്ഞതാണ്. ഞാൻ വേറെ കാര്യങ്ങളൊന്നും പറയില്ല. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ പറയും. മറ്റത് ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും ഉപദേശിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, തസൗഫിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ തസൗഫ് പറ്റ കുറഞ്ഞു പോയി. അതുകൊണ്ടുണ്ടായിത്തീരുന്ന വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആർക്കും ആരെയും ബഹുമാനമില്ല. ഹൃദയത്തിൽ ഉണ്ടോ കിബിർ, അസദ്, ഉജുബ്, റിയാവ് പോലത്തെ കാര്യങ്ങളാണുള്ളത്. മനസ്സിലായില്ല. നമുക്കങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു എന്നെങ്ങനെ ദഫൂട്ടി കൊണ്ടുവരണം, ഞാൻ ദഫൂട്ടി അല്ല, ആളുകൾ പറയാൻ ഞാൻ ദഫൂട്ടി കൊണ്ടുവരണം, എനിക്കൊരു ദഫൂട്ടി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ വേഗം മുന്നിൽ ചാടി പാടില്ല ദഫ് ചെല്ലുമ്പോൾ. പിന്നെ തെക്കുവീറല്ല, ഞാൻ ആരോടും തെക്കുവീറെല്ലാം പറഞ്ഞില്ല. തെക്കുവീറിൽ നിന്നാണ് ഇപ്പോൾ ദേഷ്യം. ഞാൻ
എനിക്ക് തെക്കില്ല, ഞാൻ എന്താ ചെയ്യുന്നത് കുട്ടികളെ? ആൾക്കാർ തെക്കിയാണ്, എനിക്ക് ചെല്ലണ്ടെന്ന് പറയാൻ പറ്റില്ല. തെക്കിൽ നല്ലൊരു സംഗതിയല്ലേ? ഞാൻ പറഞ്ഞ് ജനിപ്പിച്ചാണ് ഈ തിരക്കില്ല. ഞാൻ അതൊന്നും പ്രതീക്ഷിതല്ല, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ ദർശ നടത്തി പോകുന്ന ഒരാളാണ്. അതാണ് എൻ്റെ പണി എപ്പോഴും. അത് എന്നോട് ഓതിയലോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, ഞാൻ ദർശ നടത്തുന്ന സ്വഭാവ കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത്, ഇത് ദർശൻ്റെ ശൈലി എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ ദർശ നടത്തി പോകണം, അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഞാനിങ്ങനെ സംസ്ഥാന പ്രസിഡൻ്റ് ആകണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കൊതികളൊന്നും എനിക്കില്ല. പിന്നെ എങ്ങനെ ഈ സ്ഥാനത്ത് എത്തിപ്പെട്ടു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തു അങ്ങനെയൊന്നും ചെയ്യണതല്ല. ആരും എനിക്ക് വേണ്ടി തെക്കുവീർ ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ തെക്കുവീരിന് വേറെയുള്ള പലർക്കും ദേഷ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ദേഷ്യമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഉണ്ടാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ തെക്കുബീറിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാനങ്ങനെ വലുതാവണമെന്നൊന്നും ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഇന്നോട് തിരിക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ താഴത്തൊന്നും ഇരുന്നാൽ ഞാൻ പറഞ്ഞ മറ്റേ കൊണ്ടൊന്നും തന്നെ അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട് ഓരോ കൊടുന്നു വരുമ്പോൾ ബാഡ് എന്തോ സാധനം ഉണ്ടല്ലോ കൊടുന്നതിന് കൗത്തിലിടുന്നേ, എനിക്കത് ഇടണമെന്നില്ല. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഇരിക്കാൻ, ഞാൻ നിങ്ങളെ കൂടത്തിൽ ഇരിക്കാൻ, ഇന്നവിടെ ഇരിക്കാൻ നിങ്ങൾ അയക്കൂല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ, ഇവിടെ ഒന്നും കയറി ഇരിക്കൂല. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ തസൗഫിലേക്ക് ഹൃദയത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. ആ ഹൃദയത്തിനെ ശുദ്ധീകരിക്കൽ ഏറ്റവും വലിയൊരു പണിയാണ്. അതിനക്ക് വലിയ നല്ല നല്ല ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാധിക്കും. അതിന് പറ്റിയ ആളുകളെ കിട്ടണം. കിട്ടാത്ത കാലത്തോളം അത് ഒരു പ്രയാസം തന്നെയായിരിക്കും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദിക്ർ അതിന് പറ്റിയൊരു ദിക്ർ റുക്ൻ ഖവിയ്യുൻ ഫീ തരീഖിൽ വസൂലി ഇലൽ ഹഖി തആല എന്നാണ്. അള്ളാഹുവിലേക്ക് ചെന്നെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദിക്ർ. ബലുപോലുണ്ട്. അതുകൊണ്ടാണ് വക്കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ, സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ റസൂലിന് ദിക്റിൽ നിന്ന് പണിയുന്നുണ്ടായിരുന്നു. എപ്പോഴും ദാക്കിരുന്ന റസൂൽ അതാണ്. അപ്പം മഹാന്മാരുടെ സ്വഭാവങ്ങളൊക്കെ അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ദാക്കിര്യങ്ങളാകാൻ വേണ്ടി ശ്രമിക്കുക. അതോടുകൂടി ദീനീ പ്രവർത്തനം നടത്തുക, ഇഖ്ലാസോട് കൂടി നടത്തുക, നല്ല നെയ്യത്തോടു കൂടി നടത്തുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുക. മനുഷ്യ സ്നേഹം ഇവിടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം നമ്മുടെ ദീനീ കാര്യങ്ങളൊക്കെ അതിവിടെ പ്രബോധനം ചെയ്യേണ്ട ഇതിൻ്റെ രൂപമനുസരിച്ച് പ്രബോധനം ചെയ്ത് ജനങ്ങൾക്ക് ഇൽമിനെ പറഞ്ഞു കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളും ഈ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു കൊടുത്ത് വിദ്യാർത്ഥി ഇവിടെ വളരെയധികം അത് ശക്തിപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആ വിദ്യാർത്ഥിനെതിരിൽ നമ്മളെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് സുന്നി ആദർശം നമുക്ക് ഇവിടെ പിടിച്ചെടുത്താൻ കഴിഞ്ഞത്. മഹാനാവുന്ന ഷെയ്ഖുന കോട്ടുമൽ ഉസ്താദ് പറഞ്ഞതുപോലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലത്തവർ ഇവിടെ കേരളത്തിൽ വരികയും അവരിവിടെ കാട്ടുതീ പോലെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ഒറ്റപ്പെട്ട മറ്റ് പല പണ്ഡിതന്മാരും അവരുമായുള്ള മുവാലാത്തിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഫത്വകൾ ഇറക്കിയത്. അതുണ്ടായിട്ടില്ലെങ്കിൽ അതിവിടെ പടർന്ന് പന്തലിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ അതിനെതിരുള്ള വലിയൊരു പ്രതിരോധം മഹത്തുക്കളാവുന്ന നമ്മളെ പൂർവികരാവുന്ന പണ്ഡിതന്മാരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരിവിടെ ഏർപ്പെടുത്തുന്ന അവർക്കുള്ളതായ ആ റൂട്ടിൽ കൂടി മാത്രം നമ്മൾ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ ഭൗതികമായ താല്പര്യങ്ങൾ നമ്മൾ കുറക്കുക. വിശുദ്ധമാവുന്ന ഈ ദീനിന് വേണ്ടി വളരെ ഇഖ്ലാസോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. സംഘടനയിൽ ഉറച്ചു നിൽക്കുക. പ്രയാസങ്ങളുണ്ടാവും, പല പ്രയാസങ്ങളുണ്ടാവും. അത് പല നിലക്കുള്ള പ്രയാസം, ചിലപ്പോൾ ജോലി ചിലപ്പോൾ ഉണ്ടായില്ല എന്ന് വരും. അങ്ങനെ അതൊക്കെ ഒരു പല ബുദ്ധിമുട്ടുകളോ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ദുന്യാവ് അങ്ങനെ തന്നെ. റസൂൽ പറഞ്ഞത് എന്താ? റസൂലിനോട് അമ്മാ അസ്സലക്കും അലൈഹി മിൻ അജ്റുന്നാണ്. അതുകൊണ്ട് കൂലി വാങ്ങാൻ പാടില്ല എന്നല്ല, അതൊരു കൂലിക്ക് വേണ്ടി ചെയ്യണ പണിയല്ല എന്നുള്ളത്. കൂലി കിട്ടിയാൽ വാങ്ങിക്കൂലി, വാങ്ങണ്ടെന്നല്ല പറയുന്നത്, മനസ്സിലായില്ലേ? ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുമ്പോഴൊക്കെ മാലിന്യങ്ങൾക്കൊക്കെ നല്ല ശമ്പളം കൊടുക്കണം എന്ന് പറയലുണ്ട്. അപ്പോൾ അത് പിന്നെ സൗകര്യങ്ങളൊക്കെ അള്ളാഹു അതിൻ്റെ മാർഗങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതിൽ നമ്മൾ വിശ്വസിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഈ ദീനിനെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അതിൻ്റെ മഹാന്മാരാകുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കന്മാർ, മറ്റ് പ്രവർത്തകർ,
അനുഭാവികൾ എല്ലാവർക്കും അള്ളാഹു എല്ലാ മേഖലയിലും ഖൈറും ബർക്കത്തൊക്കെ നൽകട്ടെ. നമ്മളെ എല്ലാ പരിപാടികളും അള്ളാഹു വലിയ വിജയത്തിലാക്കി തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ വിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി മഹാന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയാണ്. അപ്പോൾ ഇതിന് മഹാന്മാരുടെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും.